എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു തിരിച്ചടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് CMRL കേസിൽ, അതായത് മാസപ്പടി വാങ്ങിയ കേസിൽ വീണ വിജയൻ ഉണ്ട തിന്നാൻ പോകുകയാണ്. അക്കാര്യം ഏതാണ്ടെന്നല്ല, അക്കാര്യം പൂർണ്ണമായും ഉറപ്പായി കഴിഞ്ഞു. വീണ വിജയൻ മാത്രമല്ല, അതിന്റെ പിന്നാലെ തന്തപ്പടിയും EDയുടെ പിടിയിലാകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഹൈക്കോടതി ഉത്തരവിലൂടെ വ്യക്തമായിരിക്കുന്നത്. അതായത് നമുക്കറിയാലോ, കഴിഞ്ഞ ആഴ്ചയാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് EDയോട് അന്വേഷണം തുടരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഈ ഒരു കേസ് അറിയാലോ, അതായത് CMRL അതായത് കരിമണൽ കർത്ത ഹൈക്കോടതിയിൽ കൊടുത്ത അവരുടെ ഹർജി എന്താണെന്ന് വെച്ചാൽ ED അന്വേഷണം നടത്താൻ പാടില്ല. അതായിരുന്നു കരിമണൽ കർത്തായുടെ ആവശ്യം, CMRLന്റെ ആവശ്യം. നമുക്ക് ഈ കേസിന്റെ കാര്യങ്ങളിലേക്ക് ഞാൻ പഴയ കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. അതായത് CMRL കമ്പനിയിൽ നിന്ന് ചെയ്യാത്ത സേവനത്തിന് വീണ വിജയൻ 2.78 കോടി രൂപ മാസപ്പടിയായി വാങ്ങി എന്നുള്ള കാര്യം ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ക്വാസി ജുഡീഷ്യൽ ബോഡിയായ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിലുണ്ടായിരുന്നു. ഷോൺ ജോർജ് ഇത് സംബന്ധിച്ച് കമ്പനികാര്യ മന്ത്രാലയത്തിന് പരാതി കൊടുത്തതിനെ തുടർന്ന് അവരന്വേഷിച്ചപ്പോൾ ഇക്കാര്യം തുടരന്വേഷണത്തിന് വേണ്ടിയിട്ട് ROCയിലേക്ക് മാറ്റി. ROCയിൽ നിന്ന് അത് SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ അത് കണ്ടെത്താൻ വേണ്ടിയുള്ള ഏജൻസിയാണ് SFIO. അങ്ങനെ SFIO ഇത് അന്വേഷിച്ചു, അവര് കുറ്റപത്രവും സമർപ്പിച്ചു. ആ SFIO അന്വേഷണത്തിൽ വീണ വിജയൻ മൊഴി നൽകിയിട്ടുണ്ട്. എനിക്ക് മാസപ്പടി കിട്ടിയിട്ടുണ്ട്. മാസപ്പടിക്ക് ഞാൻ പക്ഷേ GST ഒക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ, അത് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് വന്നത്. പക്ഷേ ഞാനൊരു സേവനവും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ CMRL എന്ന് പറയുന്ന പരിസ്ഥിതിക്ക് നാശമുണ്ടാക്കുന്ന കമ്പനി, ആ കമ്പനി സുഗമമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അക്കാലത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയന് കുറെ പണം കൊടുത്തിരുന്നു, അത് വേറെ കാര്യം. അതല്ലാതെ പിണറായി വിജയന്റെ മോൾക്കും മാസാമാസം 8 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ കമ്പനിക്ക്, ഈ വീണ വിജയന്റെ കമ്പനിക്ക്, വീണ വിജയന്റെ ഈ പാട്ട കമ്പനിക്ക് 5 ലക്ഷം രൂപ വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക്, അങ്ങനെയായിരുന്നു 8 ലക്ഷം കൊടുത്തത്. ഈ കാര്യങ്ങളൊക്കെ പഴയ കഥകളാണ്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ ഏറ്റവും പുതിയ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് സംബന്ധിച്ചാണ് SFIO ഈ കുറ്റപത്രം സമർപ്പിച്ച ശേഷമാണ് ED രംഗത്തേക്ക് വരുന്നത്. ED അങ്ങനെയാണ് വരിക. അതായത് മറ്റൊരു കേസിൽ കള്ളപ്പണ ഇടപാട് നടന്നു എന്ന് വിവരം കിട്ടിയാലാണ് ED വരിക. അപ്പോൾ ഈ CMRL കമ്പനി കരിമണൽ കർത്ത വീണക്ക് നൽകിയ പണം കള്ളപ്പണമാണ് എന്നും ആ കള്ളപ്പണം വീണ എങ്ങനെയൊക്കെയാണ് വിനിയോഗിച്ചത് എന്നും കണ്ടെത്താനാണ് EDയുടെ ഈ പുതിയ വരവ്. അങ്ങനെയാണ് ED ഇതിൽ അന്വേഷിക്കാൻ പാടില്ല, EDക്ക് അന്വേഷിക്കാൻ അവകാശമില്ല എന്നൊക്കെയായിരുന്നു കരിമണൽ കർത്തായുടെ വാദം. അത് സിംഗിൾ ബെഞ്ച്, ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് അത് തള്ളി. അങ്ങനെയാണ് ED അറിയാലോ, കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി, അതായത് പിണറായി വിജയന്റെ ഈ വാടക വീട്ടിലും, തിരുവനന്തപുരത്തുള്ള വാടക വീടല്ല, വാടക കൊട്ടാരത്തിലും, ധർമ്മടത്തുള്ള വീട്ടിലും, മനുമോൻ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടുള്ള വീട്ടിലും ഉൾപ്പെടെ ഈ കരിമണൽ കർത്തായുടെ ഇത് സംബന്ധിച്ച ഓഫീസുകളിലും ഒക്കെ ഉൾപ്പെടെ ഏതാണ്ട് 12 വീടുകൾ, 12 സ്ഥാപനങ്ങളിൽ ED റെയ്ഡ് നടത്തിയ ഒരേ സമയം. അങ്ങനെയാണ് ഇവിടെ പ്രതിഷേധമുണ്ടായത്. ഈ അന്തംകമ്മികൾ വിചാരിച്ചു, ഇത് വിചാരിച്ചല്ല, അവരെ തെറ്റിദ്ധരിപ്പിച്ചു, ഇത് പിണറായി വിജയനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ED വന്നത് എന്ന് വിചാരിച്ചിട്ട് ഇവര് പിണറായി വിജയനെ ഞങ്ങൾ അങ്ങനെ വിടില്ല, ഇത് രാഷ്ട്രീയ പകപോക്കലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അന്തംകമ്മികള് ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചു. അവർ വന്ന വാഹനം അടിച്ചു തകർത്തു, ഈ ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചു. ഇതിന്റെ പേരിലാണ് 26 പേര് ഇപ്പൊ കസ്റ്റഡിയിൽ കിടക്കുന്നത്. 300ഓളം പേർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്, ചെന്നിത്തലയുടെ പോലീസ് കേട്ടോ. ഇതാണ് ഇതുവരെ നടന്ന സംഭവങ്ങൾ. അപ്പോഴാണ് CMRL ഈ സിംഗിൾ ബെഞ്ചിന്റെ ഈ ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയത്. അപ്പൊ ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി കിട്ടിയപ്പോൾ പറഞ്ഞു, EDയോട് പറഞ്ഞു, കരിമണൽ കർത്തായുടെ കാര്യങ്ങൾ ഞങ്ങൾ വെള്ളിയാഴ്ച പറയാം, അതായത് ഇന്ന് വിധി പറയാം,
അതുവരെ കരിമണൽ കർത്തായുടെ സ്ഥാപനങ്ങളിലൊന്നും നിങ്ങൾ റെയ്ഡ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ED നടപടി എടുക്കാൻ പാടില്ല. പക്ഷേ വീണ വിജയനെ നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം, അന്വേഷണം നിങ്ങൾക്ക് തുടരാം. ഈ കരിമണൽ കർത്തായുടെ കാര്യത്തിൽ ഞങ്ങൾ വെള്ളിയാഴ്ച വിധി പറയുന്നു പറഞ്ഞു. ആ വിധിയാണ് ഇന്ന് കുറച്ചു മുമ്പ് വന്നത്. ആ വിധിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് EDയോട് പറയുകയാണ്, നിങ്ങൾക്ക് അന്വേഷണം തുടരാം. കരിമണൽ കർത്താക്കെതിരെയും അന്വേഷണം തുടരാം, വീണ വിജയനെതിരെയും അന്വേഷണം തുടരാം. വീണ വിജയനെതിരെ നേരത്തെ തന്നെ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങൾക്ക് വളരെ സ്വതന്ത്രമായി നിങ്ങൾക്ക് ഈ കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കാം, അത് സംബന്ധിച്ച നടപടികൾ എടുക്കാമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു പ്രതീക്ഷയുടെ ഒരു നേരിയ വൈക്കോൽ തുരുമ്പ് പോലും ഇല്ല. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ED ആകെ കലിപ്പിലാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വീണ വിജയനെ എത്രയും പെട്ടെന്ന് ജയിലിലാക്കാൻ വേണ്ടി ശ്രമിച്ചതാരാണെന്നറിയോ? അത് ഇവിടുത്തെ അന്തംഗമികളാണ്. അതായത് ED ഉദ്യോഗസ്ഥന്മാർ റെയ്ഡ് നടത്താൻ വന്നപ്പോ റെയ്ഡ് നടത്തിക്കോട്ടെ, കാരണം വീണ വിജയനെതിരെയുള്ള ഒരു കേസല്ലേ. വീണ വിജയനെതിരെയുള്ള കേസിൽ എന്തിനാണ് പ്രതിഷേധിക്കാൻ പോകുന്നത്? വീണ വിജയൻ SFI കാരിയല്ല, DYFI കാരിയല്ല, CPM കാരിയല്ല. പിന്നെ എന്തിനാണ് വീണ വിജയന്റെ ഒരു തട്ടിപ്പ് കേസിൽ, വീണ വിജയന്റെ ഒരു അഴിമതി കേസിൽ എന്തിനു പോയി കണ്ട് അടി വാങ്ങാൻ പോകുന്നു എന്ന് ഈ അന്തംഗമികളോട് ആരും പറഞ്ഞു കൊടുത്തില്ല. അന്തംഗമികളെ ഇളക്കി വിട്ടു. പോയി കണ്ട് പിണറായി വിജയന്റെ വീടിന്റെ മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ പറഞ്ഞു. ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണ് ഈ കഥയില്ലാത്ത, തലയിൽ വെളിച്ചമില്ലാത്ത ഈ അന്തംഗമികൾ പോയിട്ട് ED ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ആക്രമിച്ചു, അവരുടെ കാർ അടിച്ചു തകർത്തു. അവസാനം എന്തായി? വധശ്രമത്തിന്, വെറുതെ അല്ല, വധശ്രമം, രാജ്യവിരുദ്ധ പ്രവർത്തനം, ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ 26 അന്തംഗമികൾ, ഇവരുടെ വീടൊക്കെ കണ്ടാൽ, ഞാനത് നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ വീട് ആവർത്തിക്കുന്നില്ല. ഈ 26 പേര് ഇപ്പൊ കസ്റ്റഡിയിലാണ്. ഇവരെ അതിഗുരുതരമായ വധശ്രമം ഉൾപ്പെടെയുള്ള അതിഗുരുതരമായ രാജ്യരക്ഷക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു തുടങ്ങിയ അതിഗുരുതരമായ ചാർജുകളാണ് ഇവരുടെ പേരിൽ ചുമത്തിയത്. ഇനി അതിൽ കൂടുതൽ ചുമത്താനുള്ള സാധ്യത നിലനിൽക്കുന്നു. കാരണം ഇതൊക്കെ ചുമത്തിയത് നമ്മുടെ ചെന്നിത്തലയുടെ പോലീസാണ്. മാത്രമല്ല ഇതിൽ ED തന്നെ CBI കൊണ്ടുവരാൻ പോകുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ED CBI ഇക്കാര്യം അന്വേഷിക്കണം എന്ന് പറയുന്നത്. അത് കേട്ടപ്പോൾ തന്നെ രമേശ് ചെന്നിത്തലയുടെ പോലീസ് രമേശ് ചെന്നിത്തല പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചു. അതൊന്നും പോരാ, ആര് തന്നെ വരണം? CBI തന്നെ വരണം. നേരത്തെ ബംഗാളിൽ ഇതുപോലെ EDയെ ആക്രമിച്ചിരുന്ന ആ ഒരു സംഭവത്തിലും CBIയുടെ അന്വേഷണമാണ് അവിടെ നടക്കുന്നത്. അതേപോലുള്ള ഒരു CBI അന്വേഷണത്തിനാണ് ഇവിടെ അരങ്ങൊരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ അന്തംഗമികൾ പിടിയിലാകും. ഇതിന്റെ വിഷ്വൽസ് ഒക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇതിന്റെ വിഷ്വൽസ് ഉണ്ട്. എങ്ങനെയൊക്കെയാണ് ഈ കാറ് ഇഷ്ടിക ഉപയോഗിച്ചും അല്ലെങ്കിൽ മറ്റ് കരിങ്കല്ലിന്റെ വലിയ കരിങ്കൽപ്പാളികൾ ഉപയോഗിച്ചൊക്കെ എങ്ങനെയാണ് കാർ എങ്ങനെയാണ് തകർക്കുന്നത്, അതിനുള്ളിലേക്ക് കൈയിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെയൊക്കെയാണ് ആക്രമിക്കുന്നത് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായ വിഷ്വൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ ആക്രമണത്തിൽ പങ്കാളികളായ മുഴുവൻ അന്തംഗമികളും പിടിയിലാകും. ആരുടെ പിടിയിലാകും? CBIയുടെ പിടിയിലാകും എന്ന് പറഞ്ഞാൽ ഇവരിന് ജീവിതകാലം മുഴുവൻ പുറത്തിറങ്ങാൻ വേണ്ടി പോകുന്നില്ല. അതവിടെ നിൽക്കട്ടെ. ഇനി വീണ വിജയന്റെ കാര്യമാണ്. അപ്പൊ വീണ വിജയനെതിരെയുള്ള ഈ അന്വേഷണം ദ്രുതഗതിയിലാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ ഡയറക്ടർ ഉണ്ട്, അതായത് EDയുടെ ഡയറക്ടർ രാഹുൽ നവീൻ എന്നു പേരായ EDയുടെ ഡയറക്ടർ ഇന്ന് രാവിലെ കൊച്ചിയിലെത്തി. അദ്ദേഹം ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൊച്ചിയിൽ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇനി അടിയന്തരമായി ചെയ്യേണ്ടത്, വീണയെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്, വീണയെ എങ്ങനെയാണ് ചോദ്യം ചെയ്യേണ്ടത്, അത് കഴിഞ്ഞിട്ട് വീണയ്ക്ക് എന്തെല്ലാം കുറ്റങ്ങളാണ് വീണയുടെ മേൽ ചാർത്തേണ്ടത്, വീണയെ എത്ര വർഷത്തേക്കാണ് ജയിലിൽ അടക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് സമഗ്രമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ ഏറ്റവും സംഘർഷാത്മകമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്ന് പറഞ്ഞാൽ വീണയെ പിടികൂടും, വീണയെ ചോദ്യം ചെയ്യും, വീണയെ അറസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് വീണ ഏറ്റവും മിനിമം 3 വർഷം മുതൽ 10 വർഷം വരെയാണ് വീണയ്ക്ക് ലഭിക്കാൻ പോകുന്ന തടവ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പിണറായി വിജയന്റെ PB അംഗമായ പിണറായി വിജയന്റെ CPMന്റെ എല്ലാമായ പിണറായി വിജയന്റെ മകൾ ഒരു അഴിമതി കേസിൽ ജയിലിനകത്തേക്ക് പോകുന്നു. പിന്നാലെ കാരണഭൂതവും പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ED ഇത് കഴിഞ്ഞിട്ട് അന്വേഷിക്കാൻ വേണ്ടി പോകുന്നത് കരിമണൽ കർത്ത വീണക്ക് മാത്രമല്ല, ഈ അഴിമതി പണം കൊടുത്തത് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ PVയും ഉണ്ട്. ആ PV ഞാനല്ല എന്ന് ഈ PV പറയുമെങ്കിലും കരിമണൽ കർത്ത തന്നെ ഈ SFIയോട് പറഞ്ഞിട്ടുണ്ട്. ആ PV, അതായത് ഞാൻ പൈസ കൊടുത്ത PV പിണറായി വിജയൻ എന്ന് പറഞ്ഞ PV ആണ് എന്ന് കരിമണൽ കർത്ത തന്നെ പറഞ്ഞ സ്ഥിതിക്ക് പിണറായി വിജയൻ ഇനി ഞാനല്ല PV എന്ന് പറയാൻ ഇനി ഒരു സ്കോപ്പുമില്ല. അതുകൊണ്ട് വീണ ജയിലിൽ പോയാൽ പിന്നാലെ
കാരണഭൂതവും പോകാൻ വേണ്ടി പോകുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് ഞാൻ പറഞ്ഞല്ലോ, നവീൻ രാഹുൽ എന്ന് പറയുന്ന ഈ ഡയറക്ടർ, ഇഡിയുടെ ഡയറക്ടർ കൊച്ചിയിൽ വന്നു എന്ന് പറയുന്നത് അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. മുമ്പേ ഒരുപാട് ഇ ഡി കേസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ഇഡിയുടെ ഡയറക്ടർ രാഹുൽ നവീൻ ഇതുവരെ കേരളത്തിലെത്തി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണവും നടന്നിട്ടില്ല. നേരത്തെ ബംഗാളിൽ ഇതേപോലെ ഇ ഡിക്കെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ അവിടെ തമ്പടിച്ചുകൊണ്ട് CBI അന്വേഷണത്തിന് ഉത്തരവിടുകയും അല്ലെങ്കിൽ അവിടുത്തെ ഈ പറയുന്ന എല്ലാവിധ നടപടിക്രമങ്ങളുടെയും നേതൃത്വം കൈക്കൊള്ളുകയും ചെയ്ത രാഹുൽ നവീൻ കേരളത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ ഏറ്റവും ദ്രുതഗതിയിൽ തന്നെ വീണക്കെതിരെ നടപടികൾ ഒരു ഭാഗത്ത് ആരംഭിക്കും. മറ്റൊരു ഭാഗത്ത് ED ആക്രമിച്ച മുഴുവൻ അന്തംഗമികളെയും പിടികൂടുകയും അവർക്കെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് ED കടക്കുകയും ചെയ്യും. അതേ അവസരത്തിൽ തന്നെ ഒരു പൊതു താല്പര്യ ഹർജി വന്നിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന്. അതായത് ഈ സംഭവം എന്ന് പറയുന്നത് ഫെഡറൽ സംവിധാനത്തിന്റെ ലംഘനമാണ്, ഏറ്റവും വലിയ ക്രമവിരുദ്ധ പ്രശ്നമാണ് ഇവിടെ നടന്നത്. അതുകൊണ്ട് ഈ കേസ് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു പൊതു താല്പര്യ ഹർജി കൂടി വന്നിട്ടുണ്ട്. അത് അടുത്ത മാസം 3-ാം തീയതിയിലേക്കാണ് മാറ്റിവെച്ചത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ അഗ്നിപരീക്ഷണത്തിന്റെ ദിവസങ്ങളാണ്. അഗ്നിപരീക്ഷണത്തിന്റെ മാത്രമല്ല, അവരുടെ ഒരു അഗ്നിപരീക്ഷണം എന്നല്ല ഇതിനെ പറയേണ്ടത്. ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് CPM അതിന്റെ ശവക്കുഴി തോണ്ടി അവരുടെ ഒരു ശവമടക്ക് തന്നെയാണ് ഈ വരുന്ന മാസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വീണ വിജയൻ ജയിലിലാവുന്നതോടുകൂടി CPM-ന്റെ കാറ്റ് പകുതി പോകും. പിന്നാലെ കാരണഭൂതം കൂടി പോയാൽ മുഴുവനായിട്ട് പോകും. പിന്നെ CPM എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാവില്ല. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അന്തംഗമികൾ എന്തൊക്കെയാണ് ഇവർ പറയാൻ പോകുന്നത് ഇപ്പൊ ഇതായിരിക്കും. അതായത് അത് രാഷ്ട്രീയ പകപോക്കലാണ്. VD സതീശൻ വിളിച്ചിട്ടാണ് ഈ ED വന്നത്. ഇതൊക്കെ നേരത്തെ തന്നെ VD സതീശൻ പൊളിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അക്കാര്യത്തിലേക്കൊന്നും ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.